ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ചട്നി റെഡിയാക്കി എടുക്കാറില്ലേ? അപ്പോൾ പല വിധത്തിലുള്ള ചട്നികൾ നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിലൊരു ചട്നി റെഡിയാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല ദോശ ഇഡ്ഡലി ഒന്നും ഈ ഒരു ചട്നി കൂട്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ചെറിയൊരു ഫ്ലേവറിന് മതി. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകും എരിവുള്ള മുളകും രണ്ടും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് ഈ ഒരു കളറായിട്ട് വരണം കേട്ടോ. ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ തക്കാളി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നില്ല, അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. എന്നാലും ആ ഒരു സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ നല്ലതാണ് ഉപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ. നമുക്കിത് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് അങ്ങ് പോയി കിട്ടിയാൽ മതി. അല്ലാതെ ഒരുപാട് നല്ല കുഴഞ്ഞു പോകുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സി ജാർ എടുത്തിട്ട് ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയതുണ്ടല്ലോ, അതായത് ആ ഒരു ഉഴുന്നും വറ്റൽമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുത്തത് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഇത് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് വഴറ്റിയെടുത്തിട്ടുള്ള സവാളയും തക്കാളിയും മല്ലിയിലയും തേങ്ങയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചട്നി വേണ്ടത്. അപ്പോൾ ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്നി റെഡിയായി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചട്നി റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.